Better know the shortest way to fill the glass form. On the outside the same on this dance floor. Only one of us is from the jungle. Malayale, Malayale from Portugal. Give me Malayale, Malayale from Portugal. Give me the. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം പോർച്ചുഗൽ. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇത് 3-ാം ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ദിവസമാണ്. ഇന്നിവിടെ 2-3 സ്ഥലങ്ങളിൽ കാണാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. രാവിലെ തന്നെ ഫ്രഷായി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബണ്ണ്, ബട്ടർ, ചീസ്, കോഫി ഇതൊക്കെയാണ്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് വിലാദോ കാർവാലോ എന്ന സ്ഥലത്തോട്ടാണ്. ഇത് സേറാ ദി എസ്ത്രേല മലനിരയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. കൊവില സിറ്റിയിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഈ മനോഹര ഗ്രാമത്തിൽ എത്താൻ കഴിയും. പഴയ കാലത്ത് അൽദേറാ ദി കാർവാലോ എന്നറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമം 1989-ലാണ് ഒഫീഷ്യലി വില സ്റ്റാറ്റസ് നേടിയത്. വില എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് ഇവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് ആരാധനാലയങ്ങൾ, മലനിരയുടെ മനോഹരമായ കാഴ്ചകൾ, പ്രകൃതി സ്മാരകങ്ങൾ, പിന്നെ ചെറിയ അരുവികൾ. നിങ്ങൾ സേറാ ദി എസ്ത്രേല സന്ദർശിക്കാൻ വരുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണിത്. കാരണം അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കൊവില സിറ്റിയോട് വിട പറയുകയാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പോർച്ചുഗലിലെ മനോഹര നഗരമായ കസ്റ്റേലോ ബ്രാങ്കോയിലോട്ടാണ്. ഈ നഗരം അതിന്റെ സമൃദ്ധമായ ചരിത്രത്തിനും ശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിനും പിന്നെ ആധുനികതയും പാരമ്പര്യവും ഒരുപോലെ ചേരുന്ന ജീവിത രീതിക്കും പ്രശസ്തമാണ്. കസ്റ്റേലോ ബ്രാങ്കോയിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് പ്രശസ്തമായ ചരിത്രപൂർണമായ ബിഷപ്സ് ഗാർഡനിലോട്ടാണ്. ഇതിനിവിടെ ജർദീം ദോ പാസോ എപ്പിസ്കോപ്പൽ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ചാർജ് 6 യൂറോ ആണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ് ഇല്ല. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പറയുവാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ബിഷപ്പുമാർ നിർമ്മിച്ച മനോഹരമായ ബാരോക്ക് സ്റ്റൈൽ തോട്ടമാണിത്. ഇവിടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്നത് പച്ചപ്പുള്ള മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും ജലധാരകളുമാണ്. പിന്നെ ഇവിടെ ഫൗണ്ടനുകൾ, ചെറിയ തടാകങ്ങൾ, ജലകുളങ്ങൾ എല്ലാം ചേർന്ന് ഒരു സ്വപ്ന ലോകം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചാടി വയ്ക്കുന്നു. എനിക്ക് മനസ്സിലായ ഐഡിയ. കുറച്ചുനേരം അവിടെ നിന്നാ വരുമായിരിക്കും. അലറിയാ മതി ടെക്നോളജി. നമ്മുടെ ശബ്ദമാണോ? നീ ഇറങ്ങിക്കണം അവിടെ നിന്ന്. ഒരു സ്റ്റെപ്പിന്റെ മേലെ കയറിയെന്നാണ് ഇതിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട് എന്തിനാണെന്ന്. നമുക്ക് ടെസ്റ്റ് കിട്ടുന്ന കാര്യം. ഒന്നും കൂടെ നോക്കാം. കറക്റ്റ് ആണ്. തീർന്നിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യലേ നടക്കും. ഇല്ല, നിക്കട്ടെ. അതിനൊരു ഗ്യാപ്പ് കൊടുക്കണ്ടേ? സൗണ്ടാ.
അല്ലടാ, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് വരൂലല്ലോ. ശബ്ദം തന്നെ എന്നാലും കൊള്ളാം കേട്ടോ. സെൻസറടി ഇതിനകത്ത് വെച്ചേക്ക്. എല്ലാ രാജാവിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റിന്റെ മുമ്പത്തെ ഭരിച്ച രാജാവ് അവൻ ഹിസ്റ്ററിയിൽ ഇതെല്ലാം പഠിക്കുന്നതാണ്. ഇതാണ് ഫസ്റ്റ്. ഈ ഗാർഡന്റെ ഏറ്റവും പ്രത്യേകത ഗ്രാനൈറ്റ് ശില്പങ്ങളാണ്. ഇവിടെ നമുക്ക് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ 18 പ്രതിമകൾ കാണാം. പിന്നെ അതിനൊപ്പം പോർച്ചുഗൽ രാജാക്കന്മാരുടെ പ്രതിമകളും ഉണ്ട്. സോഡിയാക് ഡിസൈൻസ്, വർഷകാലങ്ങൾ, മതവിഷയങ്ങൾ എല്ലാം അലങ്കാരമായി ചുവരിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പ്രതിമകളുള്ള സ്റ്റെയറുകൾ എല്ലാം അതിമനോഹരമായ കാഴ്ചയാണ്. ഇവിടെ മേലോട്ട് നോക്കുമ്പോൾ രാജാക്കന്മാർ ഒരുമിച്ച് നമ്മളെ നോക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പിന്നെ അടുത്തതായി എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഇവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനം. ഇത് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന ഒന്നാണ്. പിന്നെ ഫൗണ്ടനുകളും തടാകങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉദ്യാനത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാം. വെള്ളം നിറഞ്ഞ ഈ ഉദ്യാനത്തിലൂടെ നടക്കുമ്പോൾ വെള്ളത്തിന്റെ ശബ്ദം ഒരു സംഗീതം പോലെയാണ് തോന്നുന്നത്. പുഷ്പങ്ങളുടെ അലങ്കാരം, വളഞ്ഞ വഴികൾ, സിമ്മട്രിക്കൽ ഡിസൈൻ എല്ലാം ചേർന്ന് ബാരോക്ക് കാലഘട്ടത്തിന്റെ ശില്പകലയുടെ അത്ഭുതം നമുക്ക് കാണാം. ജർദീം ദോ പാസോ എപ്പിസ്കോപ്പാൽ ഒരു ഉദ്യാനം മാത്രമല്ല, ഇതൊരു ജീവിച്ചിരിക്കുന്ന മ്യൂസിയം പോലെയാണ്. പ്രകൃതി, മതം, കല, ചരിത്രം എല്ലാം ഒരുമിച്ച് ചേർന്നൊരു അനുഭവം. നിർമ്മിതിയും പ്രകൃതിയും കൈകോർത്ത് നിന്നിരിക്കുന്ന അതിമനോഹരമായ സൃഷ്ടി. പിന്നെ ഇതിനോട് ചേർന്നൊരു പാർക്കുണ്ട്. അതിന് ജർദീം മുനിസിപ്പൽ ദി കസ്റ്റേലോ ബ്രാങ്കോ അല്ലെങ്കിൽ പാർക്ക് ദി സിദാദെ എന്നാണ് പറയുന്നത്. മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും പിന്നെ കുടുംബസമേതം സമയം ചെലവഴിക്കാനും എല്ലാത്തിനും അനുയോജ്യമായൊരു സ്ഥലം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കസ്റ്റേലോ ബ്രാങ്കോ നഗരത്തിലെ ഒരു പുരാതന കല്ലുകോട്ടയാണ്. ഇത് കസ്റ്റേലോ ബ്രാങ്കോ നഗരത്തിന്റെ ഏറ്റവും പഴയ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇതിന് കാസ്റ്റൽ ദി കസ്റ്റേലോ ബ്രാങ്കോ അഥവാ കസ്റ്റേലോ ബ്രാങ്കോ കോട്ട എന്നാണ് പറയുന്നത്. 12ാം നൂറ്റാണ്ടിൽ നൈറ്റ് ടെംപ്ലർ ആണ് ഇത് പണിതത്. ആദ്യം ഇതൊരു സൈനിക കോട്ടയായിരുന്നു. നഗരത്തെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിരുന്നു ഇത് പണിതത്. പിന്നീട് 13ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് രാജാക്കന്മാരുടെ കാലത്ത് ഇത് കോട്ട കൂടുതൽ ശക്തിപ്പെടുത്തി. പിന്നീട് നഗരത്തിന്റെ വളർച്ചയോടെ ഇത് ഭരണ സാമൂഹിക ജീവിതത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറി. കോട്ടയിൽ കയറുമ്പോൾ തന്നെ പുരാതന മതിലുകൾ, കാവൽ ഗോപുരങ്ങൾ, ചെറിയ വാതിലുകൾ എല്ലാം കാണാം. ചില ഭാഗങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിലും ഇന്നും കോട്ടയുടെ മഹിമ കാണാം. മുകളിലോട്ട് കയറുമ്പോൾ കസ്റ്റേലോ ബ്രാങ്കോ നഗരത്തിന്റെ മുഴുവൻ കാഴ്ചകളും നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സൺറൈസ്, സൺസെറ്റ് സമയത്ത് അതിമനോഹരമായിരിക്കും ഇവിടുത്തെ കാഴ്ച. ഭാരമുള്ള കല്ലുമതിലുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ ഇതിനെ കല്ലുകോട്ട എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ 2 പ്രധാന ഗോപുരങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് നഗരത്തെ മുഴുവൻ നിരീക്ഷിച്ചിരുന്നത്. പഴയ കവാടങ്ങൾ, കാവൽക്കാരുടെ പാതകൾ എല്ലാം ഇന്നും ചരിത്രത്തിന്റെ കഥ പറയുന്നു. കസ്റ്റേലോ ബ്രാങ്കോ നഗരം, തേജോ താഴ്വര, സേറാദി എസ്ത്രേല മലകൾ എല്ലാം പനോരമിക് വ്യൂവിൽ അതിമനോഹരമായി ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇന്ന് കോട്ട സമാധാനത്തിന്റെ കേന്ദ്രമാണ്. ഇവിടുത്തെ ആളുകളും ടൂറിസ്റ്റുകളും മുകളിലേക്ക് കയറി നഗരം കാണാനാണ് വരുന്നത്. ഈവനിങ്ങിൽ സൺസെറ്റ് കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണിത്. പിന്നെ ഇവിടെ പല കൾച്ചറൽ പ്രോഗ്രാംസും മ്യൂസിക്കൽ പ്രോഗ്രാംസും ഫെസ്റ്റിവൽസും എല്ലാം കോട്ടയുടെ ഉള്ളിൽ വെച്ച് നടത്താറുണ്ട്. നിങ്ങൾ പോർച്ചുഗലിൽ താമസിക്കുന്ന ആളാണെങ്കിലോ പോർച്ചുഗൽ സന്ദർശിക്കാൻ വരുന്ന ആളാണെങ്കിലോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കാസ്റ്റൽ ദി കസ്റ്റേലോ ബ്രാങ്കോ.
കാരണം ചരിത്രത്തിന്റെ കഥ പറയുന്ന ഒരിടമാണിത്. ഒരിക്കലെങ്കിലും ഇത് കണ്ടിരിക്കണം. അപ്പോ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു പ്ലാനിംഗ് ഇല്ലാത്ത യാത്രയായിരുന്നുവെന്ന്. പക്ഷെ ഈ യാത്ര അതിമനോഹരമായിരുന്നു കേട്ടോ. ഇനിയും പോർച്ചുഗലിലെ കൂടുതൽ വിശേഷങ്ങൾ എനിക്കറിയാനും അത് നിങ്ങളെ അറിയിക്കാനും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി പുതിയ വിശേഷവുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.